എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പല വീഡിയോകളും അപ്ലോഡ് ചെയ്യുന്നതാണ്. ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് അധികം ചെയ്യാറ്. എക്സസൈസ്, അങ്ങനെ വേദനയ്ക്കുള്ള സംഗതികൾ, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് പരിചയം. നമ്മൾ മാർഷൽ ആർട്സിനെ കുറിച്ചും കുറേയൊക്കെ വീഡിയോസ് ചെയ്യാറുണ്ട്. ഇന്ന് നമ്മൾ മർമ്മപ്രയോഗത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ആക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് മർമ്മപ്രയോഗം എന്ന് പറഞ്ഞാൽ, ഒരു ജീവനിൽ നമ്മൾ മർമ്മപ്രയോഗം നടത്തി കഴിഞ്ഞാൽ എന്താവും, ഒരു ജീവിയുടെ അവസ്ഥ, അത് മനുഷ്യനായാലും മൃഗമായാലൊക്കെ എന്താവും എന്നുള്ളതിൻ്റെ ചെറിയൊരു ഇതാണ് നമ്മൾ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ കോഴി നമ്മളിതിനെ പിടിച്ചു കൊണ്ടുവരികയാണ്. ഇപ്പോൾ കോഴിയിൽ മനുഷ്യന്മാരിലൊന്നും ഒറ്റയടിക്ക് നമുക്കിത് പ്രയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരു കോഴിയിലൂടെ ഒരു മർമ്മപ്രയോഗം നടത്തി കഴിഞ്ഞാൽ എന്താവും അതിൻ്റെ അവസ്ഥ എന്നുള്ളത് ഞാനിത് പരിചയപ്പെടുത്തണം. ഓക്കെ, കണ്ണിൻ്റെ അടുത്ത് കാണിച്ചോ. ഇതുണ്ടോ, ഇത് നമ്മൾ ഒരു കോഴിയെ കാണിച്ചു കൊടുക്കുക. അതിൽ ഒരു കോഴിനെ നമ്മൾ മർമ്മപ്രയോഗം നടത്തി കടത്തിയിരിക്കുകയാണ്. അത് അൺകോൺഷ്യസ് ആണ്, ആൾറെഡി അതിന് ബോധമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്കൊരു മനുഷ്യനെ ചെയ്യാം. ഏത് മൃഗങ്ങളാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങോട്ട് പിടിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ജീവിനായാലും ഒരു മനുഷ്യൻ്റെ, ഒരു ഏത് ജീവജാലങ്ങളായാലും ഒരു മർമ്മപ്രയോഗം നടത്തി കഴിഞ്ഞാൽ ഒരു മനുഷ്യനായാലും ശരി മൃഗമായാലും ശരി ഈ അവസ്ഥയിലോട്ട് കടന്നു പോകും. അപ്പോൾ അത് ചെറിയ രീതിയിലൊന്ന് പരിചയപ്പെടുത്താമെന്ന് ഉദ്ദേശിച്ചിട്ടാണ്. ഓക്കെ, പിടിച്ച് ഇനി ഇതെങ്ങനെ ഇതിനെ ഉണർത്തുക എന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ നമുക്കതിനെ ഉണർത്താനും കഴിയും. ഓക്കെ, എടുക്കണം, ഫുൾ എടുക്കണം. ഓക്കെ, ഇതിപ്പോൾ ആകെ ചുരുക്കി പറഞ്ഞാൽ ഒരു കോയിൻ്റെ ഷോ നടത്തിയിട്ട് നമ്മൾ റൂം ആകെ വൃത്തികേടാക്കിയിട്ടുണ്ട് കോഴി. അപ്പോൾ എങ്ങനെയാണ് ഒരു മനുഷ്യ ശരീരത്തിൽ നമുക്ക് പ്രയോഗം നടത്തി കഴിഞ്ഞാൽ മനുഷ്യനായാലും ശരി ജീവജാലങ്ങൾ, പക്ഷികൾ, എന്തായാലും ഇതായിരിക്കും അവസ്ഥ. നമുക്ക് ബോധം കെടുത്തി കളയാം, ഇല്ലെങ്കിൽ നമുക്ക് ജീവൻ തന്നെ അപകടത്തിലാക്കി കളയാൻ പറ്റും എന്നുള്ളതിൻ്റെ ചെറിയൊരു ഉദാഹരണം മാത്രം കാണിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.